നമ്മൾ ഹൈവേന്റെ സൈഡിൽ ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പം എല്ലാവർക്കും ഹൈവേന്റെ സൈഡിൽ വരുമ്പോൾ കുറച്ച് തഫ്റ്റിനെ കുറച്ച് പേടി ഉണ്ടാവും. എങ്ങനെയായിരുന്നു അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്കുള്ള ഒരു ചേഞ്ച്, അല്ലെങ്കിൽ അവിടേക്കുള്ള വെൽക്കമിങ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു? അതായത് ഞാൻ വീട് പണി നടത്തുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് വീട് എടുക്കുന്ന സമയത്ത് എനിക്ക് വീടിനകത്തുള്ള കുറച്ച് വർക്കിന്റെ വയറിങ് അതുപോലെ സ്റ്റെയർ കേസിന്റെ സ്റ്റീൽ ഐറ്റംസ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ക്യാമറ വെക്കാതെ എനിക്ക് നിവൃത്തിയില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് ക്യാമറ ഓപ്ഷൻ എന്നുള്ള ഇതിലേക്ക് ഓട്ടോമാറ്റിക് ഇതിലേക്ക് ഞാൻ അതിൽ ഇറങ്ങി ക്യാമറയിലേക്ക്. പിന്നെ ഞാൻ ചൈനയിൽ പോകുന്ന ആളാണ്. അപ്പം പോകുന്ന സമയത്ത് എനിക്ക് ഇവിടെ ആ സമയത്തൊക്കെ ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നടക്കുന്ന വർക്കുകളും കാര്യങ്ങളെല്ലാം എനിക്ക് ലൈവായിട്ട് തന്നെ അതിൽ കാണാൻ പറ്റി. അതെനിക്ക് വലിയൊരു ഇതായി പോയി. അത് കാണുന്നത് തന്നെ അത് ഒന്ന് ബെറ്റർ ആയി പോയി. നമ്മളൊരു സ്മാർട്ട് ഗേറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പം പല ആൾക്കാരും ഗേറ്റിലൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും, ലോക്കൽ ഗേറ്റ്സ് അല്ലെങ്കിൽ നോർമൽ ഗേറ്റ്സിലേക്ക് പോകുന്നുണ്ടാവും. വൈ സ്മാർട്ട് ഗേറ്റ്? ഞാൻ ഓൾറെഡി നിൽക്കുന്നത്, എൻ്റെ വീട് നിൽക്കുന്നത് ഹൈവേ, നാഷണൽ ഹൈവേ NH66 സൈഡിലാണ്. എനിക്ക് റോഡും വീടും തമ്മിൽ വലിയൊരു പരിധി അടുത്ത് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ എനിക്കൊരു വണ്ടി പാർക്ക് ചെയ്ത് ഗേറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് കാറിൽ നിന്ന് തന്നെ മൊബൈലിൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ എനിക്ക് അതിൽ തന്നെ ഇറങ്ങിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വീട്ടിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. നേരെ മറിച്ച് ഞാൻ നോർമൽ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി സൈഡാക്കി അതിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് ഓപ്പൺ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് മറ്റു വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവുന്ന രൂപത്തിലാണ് സാധനം ഉണ്ടാവാറ്. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. നമ്മൾ സ്മാർട്ടിന് ചിന്തിച്ചപ്പം ശരിക്കും എങ്ങനെയാണ് ഇനാക്സിലേക്ക് എത്തുന്നത്? ഇനാക്സിലേക്ക് എത്താൻ കാരണം ഞാൻ വിദേശത്തൊക്കെ പോകുന്ന ഒരാളാണ്. ഓൾറെഡി ഞാൻ പോകുന്ന ചൈനയിലാണ് സ്ഥിരം പോവാറ്. പോകുന്ന സമയത്ത് അവിടെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ടെക്നിക്കൽ ലെവലിൽ ഒന്നും കൂടി ഡെവലപ്മെന്റ് ഉള്ള ഏരിയ ആണല്ലോ. അപ്പോൾ അവിടുത്തെ ആ ഒരു സിസ്റ്റമാറ്റിക് ഇവിടെ ചെയ്യണം എന്നുള്ളത് ഞാൻ വളരെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ വന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇനാക്സ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോമേഷൻ ടീംസിനെ ഞാൻ കണ്ടത്. ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് എനിക്ക് വേണ്ട ഓട്ടോമേഷൻ എന്തെല്ലാം വേണോ അതെല്ലാം അവരെനിക്ക് ചെയ്തു തന്നു. അപ്പം ലോക്ക് ആണെങ്കിൽ ലോക്ക്, ഗേറ്റ്, അതുപോലെ സ്റ്റെയർ കേസിലെ എല്ലാ ഓപ്ഷൻസും എനിക്ക് അവർ എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ചെയ്തു തന്നു. ഞാനത് വളരെയേറെ സന്തുഷ്ടനാണ്. അതായത് എൻ്റെ ഇന്റീരിയറിലേക്കുള്ള അതിനോട് മാച്ചായിട്ടുള്ള ഓട്ടോമേഷനാണ് എനിക്ക് അവർ ചെയ്തു തന്നിട്ടുള്ളത്. അതിലൊരു കോട്ടം തട്ടാത്ത രൂപത്തിൽ വളരെയേറെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് അവർ ചെയ്തു തന്നിട്ടുള്ളത്. അത് വളരെയേറെ സന്തോഷവാനാണ് ആ കാര്യത്തിൽ. അവർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഒന്നും കൂടി ഒരു മോഡലായിട്ട് ഫീൽ ചെയ്തതും അവർ ലോക്കാണ്. ആ ലോക്കിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫേസ് ലോക്ക്, ഫിംഗർ ലോക്ക്, അതുപോലെ തന്നെ സ്വൈപ്പിംഗ് കാർഡ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും കൂടി ക്യാമറ, ഒരാൾ വരികയാണെങ്കിൽ അവരെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ എല്ലാ ഓപ്ഷൻസും കൂടിയ ഒരു ലോക്കാണ് അവരെനിക്ക് പ്രൊമോട്ട് ചെയ്തത്. സർവീസിന്റെ കാര്യത്തിൽ എനിക്ക് വളരെയേറെ ഹാപ്പിയാണ്. ഞാൻ ഏത് സമയത്ത് അവർ വിളിക്കുകയാണെങ്കിലും അതിനുള്ള കോള് എടുത്തിട്ട് എനിക്ക് അതിനുള്ള സൊല്യൂഷൻ അവർ ചെയ്ത് തരുമായിരുന്നു. എന്തെങ്കിലും കഴിയാത്ത പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ രാവിലെ തന്നെ വന്നിട്ട് എനിക്ക് അതിന്റെ എന്താണോ പ്രോബ്ലം അത് അവർ തീർത്തു തരും. അപ്പോൾ ആ ഒരു സർവീസിന്റെ കാര്യത്തിൽ എനിക്ക് വളരെയേറെ ഹാപ്പിയാണ്.